എല്ലാവർക്കും വർക്ക്ഷോപ്പ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ അടുത്തൊരു FC ഉണ്ട്. FC എന്ന് വെച്ചാൽ 2009 മോഡൽ മിഡ്ഷിപ്പാണ് വരുന്നത്. അപ്പോൾ സാധാരണ മിഡ്ഷിപ്പിന് വരുന്നൊരു കംപ്ലയിൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാർബറേറ്ററിൻ്റെ ഇഷ്യൂ ആണ്. ഭയങ്കര മിസ്സിങ്ങും സ്റ്റാർട്ടിംഗ് ട്രബിളും അങ്ങനത്തെ ഇഷ്യൂസ് വരുന്നുണ്ട്. അതുപോലെ മൈലേജ് ഷോട്ടും വരുന്നുണ്ട്. അപ്പോൾ അതിനൊരു സൊല്യൂഷനാണ് നമ്മൾ കാർബറേറ്റർ മാറ്റി വെക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് മേടിച്ചിരിക്കുന്നത് പൾസറിൻ്റെ 180 പൾസറിൻ്റെ കാർബറേറ്ററാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കാർബറേറ്റർ വരുന്നത്. ജെനുവിൻ പാർട്ടാണ്. അപ്പോൾ ഒറിജിനൽ മോഡലാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. പുതിയ കാർബറേറ്റർ തന്നെയാണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഇതിനകത്ത് റീപ്ലേസ് ചെയ്ത് വെക്കാൻ പോകുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്. അതുകൊണ്ട് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പുതിയ വീഡിയോസൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതുപോലൊരു ബോക്സിലാണ് നമുക്ക് ഈ ഒരു കാർബറേറ്റർ വരുന്നത്. പിന്നെ റേറ്റ് എന്ന് വെച്ചാൽ ഏകദേശം 2400 രൂപയോളം വരെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു പുതിയ കാർബറേറ്ററാണ് മേടിച്ചിരിക്കുന്നത്. ബജാജിൻ്റെ ജെനുവിൻ പാർട്ട് തന്നെയാണ് മേടിച്ചത്. ഷോറൂമിൽ നിന്നാണ് മേടിച്ചത്. അപ്പോൾ നമ്മൾ ഒരു സെക്കൻഡ് ഹാൻഡ് കാർബറേറ്റർ മേടിക്കുമ്പോൾ എത്രത്തോളം നല്ലതാണെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ മാക്സിമം പുതിയൊരു കാർബറേറ്റർ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ആ ഒരു പുതിയൊരു കാർബറേറ്റർ വെക്കുമ്പം അത്രത്തോളം ഉപകാരപ്പെടുകയും ചെയ്യും. മൈലേജും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കിട്ടുകയും ചെയ്യും. അതുപോലെ ഇതിൻ്റെ ചോക്ക് വരുന്നത് ഡയറക്റ്റ് കാർബറേറ്റർ തന്നെയാണ്. അഡീഷണൽ കേബിളൊന്നുമില്ല. നമ്മുടെ FCക്ക് വരുന്നത് സെപ്പറേറ്റഡ് കേബിൾ ലെങ്ത് ചെയ്ത് വരുന്നുണ്ട്. ആ ഒരു കേബിളാണ് നമ്മൾ ചോക്കിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് ഡയറക്റ്റ് കാർബറേറ്റർ തന്നെയാണ് വരുന്നത്. നമ്മുടെ 180 പൾസറിനൊക്കെ അങ്ങനെ തന്നെയാണ് വരുന്നത്. നമ്മുടെ ബട്ടർഫ്ലൈ വാൽവൊക്കെയാണ്. ഏകദേശം എല്ലാം തന്നെ സെയിമാണ്. വേറെ മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു കാർബറേറ്ററിനകത്ത് ത്രോട്ടൽ പൊസിഷൻ സെൻസർ ഇല്ല. പക്ഷേ നമ്മുടെ FCൻ്റെ പഴയ കാർബറേറ്ററിനകത്ത് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ ഇതിനകത്ത് എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കണക്ഷൻ ഊരി നമ്മൾ വെറുതെ ഒഴിവാക്കിയിടുക ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സീറ്റും കാര്യങ്ങളൊക്കെ അഴിക്കുകയാണ് നമ്മൾ കാർബറേറ്റർ സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ സൈഡിലുള്ള 2 കവറും അതുപോലെ മറ്റു ഭാഗങ്ങളൊക്കെ നമ്മൾ അഴിച്ചു മാറ്റിയാൽ നമുക്ക് കാർബറേറ്റർ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കതൊന്ന് അഴിച്ചെടുക്കാം. അപ്പോൾ എൻ്റെ കൂടെയുള്ള എൻ്റെ കസിനാണ്. അപ്പോൾ അവന് ഇതുപോലൊരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇടാം. നിങ്ങൾക്ക് ജസ്റ്റ് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. അപ്പോൾ അതാണ് നമ്മുടെ കാർബറേറ്റർ വരുന്നത്. വളരെ ശോചനീയമായ അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഓൾറെഡി ഭയങ്കര മിസ്സിംഗ് ഒക്കെ ആയതുകൊണ്ട് കാർബറേറ്റർ മാറാമെന്നുള്ള പ്ലാനിലായതുകൊണ്ട് തന്നെ ഒട്ടും മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ഒരു കോല അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്കകത്ത് 5mm 2 LNG ബോൾട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ അത് ലൂസാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കാർബറേറ്റർ അഴിച്ച് മാറ്റാം. അപ്പോൾ നമ്മൾ ഇൻടേക്ക് നമ്മളൊന്ന് ജസ്റ്റ് ഊരി മാറ്റുവാണ്. അതുപോലെ നമ്മൾ ഫ്യൂൽ ഓഫ് ചെയ്യുവാണ്. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ കാർബറേറ്റർ അഴിച്ച് ചെയ്യുമ്പോൾ പെട്രോളൊക്കെ ലീക്കാവും. അപ്പോൾ അങ്ങ് ഫ്യൂൽ ഓഫ് ചെയ്ത് വെക്കുക. നമ്മൾ ആക്സിലേറ്ററിൻ്റെ കേബിളും കാര്യങ്ങളൊക്കെ അഴിച്ച് മാറ്റി. അപ്പോൾ ഇത് നമ്മുടെ കാർബറേറ്ററിൻ്റെ ത്രോട്ടൽ പൊസിഷൻ സെൻസറാണ്. നമ്മുടെ പുതിയ കാർബറേറ്ററിനകത്ത് ഈ ഒരു ത്രോട്ടൽ പൊസിഷൻ സെൻസർ വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു കണക്ഷൻ വെറുതെ അഴിച്ച് ലൂസാക്കി ഇട്ടേക്കുവാണ്. നമ്മളത് കണക്ഷൻ കൊടുക്കുന്നില്ല. അതുപോലെ ഇതിൻ്റെ പൈപ്പൊക്കെ ഭയങ്കര ടൈറ്റാണ്. ഒരുപാട് നാളായി അഴിച്ചിട്ട് ക്ലീൻ ചെയ്യാനൊന്നുമില്ലാത്തതുകൊണ്ട് തന്നെ ഭയങ്കര ടൈറ്റാണ്. അപ്പോൾ നമ്മളതൊന്ന് അഴിച്ച് മാറ്റിയിട്ടുണ്ട്. ഫ്യൂൽ ലൈനാണ്. പിന്നെ നമ്മുടെ ചോക്ക് നല്ല ടൈറ്റാണ്. സ്പാൻ റിട്ടറൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് നോസ് പ്ലെയറൊക്കെ വെച്ച് അഴിക്കുന്നത്. ഭയങ്കര ടൈറ്റാണ്. ഞാൻ പറഞ്ഞില്ല, ഇതൊട്ടും മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലായിരുന്നു. മാറാമെന്നുള്ളൊരു പ്ലാനിലായതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ചോക്ക് കേബിളിൽ. അതുപോലെ നമുക്കിനി ചോക്ക് കേബിളിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മൾ ഓൾറെഡി ചോക്ക് അതിനകത്ത് വരുന്നുണ്ട്. ഈ ചോക്ക് കേബിൾ നമ്മൾ അഴിച്ച് കളയുകയാണ് ചെയ്യുന്നത്. നമ്മൾ കണക്ട് ചെയ്യുന്നില്ല. പിന്നെ നമ്മുടെ കാർബറേറ്ററിലേക്ക് നോക്കുവാണെങ്കിൽ അതിൻ്റെ വാക്വം പിസ്റ്റനൊക്കെ ശരിക്കും നാശമായിട്ടുണ്ട്. വളരെ ശോകമായൊരു അവസ്ഥയിലാണുള്ളത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഈ 2 കാർബറേറ്റർ ഒന്ന് കമ്പയർ ചെയ്ത് കാണിച്ചു തരാം. ഇതുകൊണ്ട് ഇതിൻ്റെ വാക്വം പിസ്റ്റൻ വളരെ ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. നല്ല സ്മൂത്തായിട്ടാണ് വരുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ അത് അതിൻ്റെ വേരിയേഷൻ മനസ്സിലാവും. അതുപോലെ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ വണ്ടി റേസ് ആവുന്ന ഒരു സൗണ്ട് മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റും. പക്ഷേ വണ്ടി മുന്നോട്ട് പവർ എടുത്ത് മുന്നോട്ട് മൂവ് ആവാതെ വരുന്നതൊക്കെ ഈ ഒരു വാക്വം പിസ്റ്റൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടാണ്. സാധാരണ അതിൻ്റെ സൈഡൊക്കെ ഉരഞ്ഞ് നാശമായിട്ടുണ്ടാവും. അങ്ങനെ വരുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വരിക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ സാധിക്കും വാക്വം പിസ്റ്റൻ കംപ്ലയിൻ്റായി ഇങ്ങനെ ഒരു ഇഷ്യൂ വരുന്നത്. നമ്മൾ ആക്സിലേറ്റർ കൊടുത്താൽ വണ്ടിക്ക് ഭയങ്കര ഇരക്കലായിരിക്കും. പക്ഷേ വണ്ടി മൂവ് ആവില്ല. അപ്പോൾ നമ്മൾ കാർബറേറ്റർ ഇനി സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് ഓൾറെഡി ചോക്ക് വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ചോക്ക് കേബിൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒഴിവാക്കി കളയും. നമ്മൾ ഊരി കളയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ സ്വിച്ച് സെറ്റിൽ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വലിച്ച് നമുക്ക് നമ്മുടെ ചോക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മളിതിൻ്റെ വലിപ്പം കൂടിയ ആ ഒരു ഭാഗം ഓപ്പണിംഗ് ആണ് നമ്മൾ എയർ ഇൻടേക്കിലേക്ക് കൊടുക്കുന്നത്. അതുപോലെ ചെറിയ ആ ഒരു മൗത്താണ് നമ്മൾ എഞ്ചിൻ്റെ ആ ഒരു ഇൻടേക്കിലേക്ക് കൊടുക്കുന്നത്. നമ്മളതൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്.
നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുവാണ്. നല്ല രീതിയിൽ ടൈറ്റ് ആക്കണം. അതിനുശേഷം ഒന്ന് ഇളക്കി നോക്കണം ലൂസായി പോകുന്നുണ്ടോ എന്ന്. ഇതൊരു പഴയ വണ്ടി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആ ഒരു റബ്ബറിൻ്റെ ഭാഗങ്ങളൊക്കെ കുറച്ച് ടൈറ്റായി പോയിട്ടുണ്ട്, കുറച്ച് ബലമായി പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് ടൈറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നന്നായിട്ട് ടൈറ്റ് ആയിട്ടുണ്ടോയെന്നും അതുപോലെ തന്നെ ഇളകുന്നുണ്ടോ എന്നൊക്കെ നോക്കണം. അപ്പോൾ നമ്മുടെ 2 എലങ്കി ബോൾട്ട് നമ്മൾ ടൈറ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ ഇനി നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആക്സിലേറ്റർ കേബിളാണ്. അപ്പോൾ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ നോർമൽ FCൻ്റെ അതേ രീതി തന്നെയാണ്, വേറെ മാറ്റങ്ങളൊന്നുമില്ല. ആക്സിലേറ്റർ കേബിൾ നോർമൽ നമ്മൾ വണ്ടിക്ക് എല്ലാം ഇടുന്ന പോലെ തന്നെയാണ്. ആ അടിയിലുള്ള ആ ഒരു ഭാഗം നമ്മൾ ആ ഒരു കട്ടിങ്ങിലേക്ക് ഇട്ട് കൊടുക്കുക. ബാക്കി മുകളിലുള്ള സ്ക്രൂവും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ആക്സിലേറ്റർ കേബിൾ ഈ ഒരു FCൻ്റെ അല്ല, കാരണം ഇപ്പോൾ വരുന്നത് ഡ്യുവൽ കേബിളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പഴയ FCക്കൊന്നും ഇപ്പോൾ ആക്സിലേറ്റർ കേബിൾ കിട്ടാനില്ല. അതുകൊണ്ട് തന്നെ വേറൊരു വണ്ടീൻ്റെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇച്ചിരി ലൂസുണ്ട്, അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മാക്സിമം നോക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും ചെറിയൊരു ലൂസ് ആയിട്ട് വരുന്നുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് കണ്ട് ഇതുപോലെ നമ്മൾ വണ്ടിൻ്റെ ആ ഒരു കേബിളെ പിടിച്ച് വലിച്ച് കഴിയുമ്പം ലൂസാകുന്നുണ്ട്. നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ആ ഒരു ഇഷ്യൂ വരുന്നില്ല, നമ്മൾ വേറെ പ്രശ്നങ്ങളൊന്നും തോന്നില്ല. പക്ഷെ നമ്മൾ വലിക്കുമ്പോൾ ഇത് നന്നായിട്ട് ലൂസാകുന്നുണ്ട്. റണ്ണിങ്ങിൽ ആ ഒരു ഇഷ്യൂ നമുക്ക് തോന്നിയില്ല. ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ഓക്കെയാണ്, പക്ഷെ അത് വലിക്കുമ്പോൾ കുറച്ച് ലൂസായി വരുന്നുണ്ട്. അത് കേബിളിൻ്റെ ഇഷ്യൂ ആണ്. നമുക്ക് ജെന്യുവൻ ആയിട്ടുള്ള കേബിൾ കിട്ടാത്തതുകൊണ്ടുള്ളൊരു പ്രശ്നമാണ്, സ്പെയർ അവൈലബിൾ അല്ല. അപ്പോൾ ഇനി നമ്മൾ കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ഫ്യൂവലിൻ്റെ ആ ഒരു ലൈനാണ്. അപ്പോൾ അതിന് നമ്മൾ ആ ഒരു പൈപ്പ്, നമ്മൾ ആദ്യം കൊടുത്തിരുന്ന പൈപ്പിൻ്റെ ആ ഒരു ഭാഗങ്ങളൊക്കെ ഭയങ്കര പഴകിയിട്ട് നാശമായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് കളയുവാണ്, ലീക്കൊക്കെ വരാതിരിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ അതൊന്ന് ഇനി ഇട്ട് കൊടുക്കുവാണ്. ഇനിയുള്ള ആ ഒരു പൈപ്പ് നമ്മൾ കട്ട് ചെയ്യുവാണ്. കാരണം നമ്മുടെ ആ ഒരു പെട്രോൾ വന്ന് തങ്ങി നിൽക്കുന്ന ആ ഒരു റിസർവോയറിലെ അടിയിലുള്ള ഒരു ട്യൂബുണ്ട്, നമ്മുടെ ഒരു ഔട്ട്ലെറ്റ്. അപ്പോൾ അതിനകത്തേക്ക് നമ്മളൊരു പൈപ്പ് കൊടുത്തിടണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് 2 പൈപ്പ് ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം ഈ ഒരു പൈപ്പ് മാത്രമേ കിട്ടിയുള്ളൂ ഇതിൻ്റെ കൂടെ, അതുകൊണ്ടാണ് കട്ട് ചെയ്ത് നമ്മൾ ഇടുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് ത്രോട്ടൽ പൊസിഷൻ സെൻസറിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടില്ല, നമ്മളത് ഒഴിവാക്കിയിട്ടേക്കുവാണ് ഇതിനകത്ത് ഇല്ലാത്തതുകൊണ്ട് തന്നെ. അപ്പോൾ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ആദ്യം വിട്ടുപോയി, അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാതിരുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മളിനി ഫ്യൂവൽ ലൈൻ ഓൺ ആക്കുവാണ്. അതിനുശേഷം നമ്മുടെ കാർബറേറ്ററിൻ്റെ റിസർവോയറിലെ ആ ഒരു സ്ക്രൂ ഉണ്ട് അടിയിൽ, ആ ഒരു വാൽവ് നമ്മളതൊന്ന് ജസ്റ്റ് ഒന്ന് ലൂസാക്കുവാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പുറത്തേക്ക് പെട്രോൾ എടുക്കാൻ പറ്റും. അപ്പം അതിനകത്ത് പെട്രോൾ ഒന്ന് അറിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ ഇങ്ങനെ ആക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് വണ്ടി സ്റ്റാർട്ടായി കിട്ടാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് പെട്രോൾ കുറച്ചൊന്ന് പുറത്തേക്ക് കളയുവാണ്. അപ്പോൾ നമ്മൾ പെട്രോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നമ്മൾ ഫുൾ ടൈറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. വണ്ടി സ്റ്റാർട്ടാകുന്നുണ്ട്, പക്ഷേ നമുക്കത് വണ്ടി ഐഡിയൽ പൊസിഷനിലാകുമ്പോൾ ഓഫായി പോവാണ്. അതിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ട്യൂണിങ് ചെയ്യാത്തതുകൊണ്ടാണ്. പുതിയ കാർബറേറ്റർ ആയതുകൊണ്ട് നമ്മൾ ട്യൂൺ ചെയ്തിട്ടില്ല, ഇനിയാണ് നമ്മൾ ട്യൂൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് സ്ക്രൂ, നമ്മുടെ ട്യൂണിങ്ങിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് സ്ക്രൂ ഒക്കെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം, എന്നിട്ട് വേണം നമുക്ക് ട്യൂൺ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് റേസ് പിടിക്കുവാണ്. അതിനുശേഷം നമ്മുടെ ആ ഒരു സ്ലോ റണ്ണിങ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ആ ഒരു സ്ക്രൂ ഉണ്ട്. അപ്പോൾ നമ്മളതൊന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടി വെക്കുവാണ്. ഏകദേശം ഒരു 3000 RPM മുകളിൽ നമുക്ക് വേണം. അപ്പോൾ ഇതിൻ്റെ മീറ്ററും കാര്യങ്ങളൊക്കെ ഓൾറെഡി കംപ്ലൈൻ്റ് ആണ്, അതുകൊണ്ട് നമുക്ക് RPM കറക്റ്റ് സെറ്റ് ചെയ്യാൻ പറ്റില്ല. ഏകദേശം 3000 നമ്മളൊന്ന് കണക്കാക്കി വെക്കുകയാണ് ചെയ്യുന്നത്, ഒരു ഊഹം വെച്ചിട്ട്. ആ ഒരു സൗണ്ടൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്നൊരു RPM നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഏകദേശം ഒരു 3000-ന് അടുത്താണ് നമ്മൾ വെക്കുന്നത്. അതുപോലെ ട്യൂണിങ്ങിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതാണ്, അതുകൊണ്ടാണ് ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. ജസ്റ്റ് നമ്മളൊന്ന് ട്യൂൺ ചെയ്ത് വണ്ടി ഒന്ന് ഐഡിയൽ പൊസിഷനിലേക്ക് എത്തിക്കുകയാണ്, കറക്റ്റ് ഒന്ന് ട്യൂൺ ചെയ്യുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, അപ്പോൾ നിങ്ങൾക്കത് കണ്ടിട്ട് അതുപോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അതിൻ്റെ RPM നമ്മൾ ലോവർ ചെയ്യുവാണ്. നമ്മൾ ആ സ്ക്രൂ താഴേക്ക് ആക്കിയിട്ട് നമ്മൾ സ്ലോ റണ്ണിങ് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് സൗണ്ട് കേട്ടാൽ നമുക്ക് നല്ല സ്മൂത്തായിട്ടുണ്ട്, നല്ലൊരു സൗണ്ടൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കേൾപ്പിക്കാം. അപ്പോൾ നമ്മൾ ഒറ്റ പ്രശ്നം തന്നെ വണ്ടി സ്റ്റാർട്ടായി, അതുപോലെ നല്ല സ്മൂത്തായിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു എഞ്ചിൻ്റെ ആ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ നല്ല പെർഫെക്റ്റ് ആണ്. നമ്മുടെ ഒരു F5 വണ്ടിയുടെ അത്ര ഒരു ഫീലിലാണ് നമുക്കിപ്പോൾ വണ്ടി സ്റ്റാർട്ടായി നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ മറ്റ് ഭാഗങ്ങൾ നമ്മൾ തിരിച്ച് സെറ്റ് ചെയ്യുവാണ്. നമ്മുടെ കാർബറേറ്ററിൻ്റെ ഫിറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്.
അതുപോലെ തന്നെ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് പോകുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഭയങ്കര ലേറ്റായി പോയി നമ്മൾ ടെസ്റ്റ് ഡ്രൈവിന് പോയപ്പം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെക്ക് ചെയ്ത് തന്നെ ഒരു വീഡിയോ ഞാനകത്ത് ആഡ് ചെയ്യാൻ പറ്റിയില്ല. എന്നിരുന്നാലും ഞാൻ ഓടിച്ച എൻ്റെ ഒരു അനുഭവത്തിൽ എന്ന് പറയുകയാണെങ്കിൽ നല്ല വ്യത്യാസമുണ്ട് വണ്ടിക്ക്. അത്യാവശ്യം നല്ലൊരു പവറും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. വണ്ടി നല്ല സ്മൂത്താണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ടാണ് വീഡിയോ അത്ര വലിയ ക്ലിയർ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സൗണ്ടൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നുണ്ടാവും. നല്ല സ്മൂത്തായിട്ടുണ്ട് വണ്ടി. നമ്മൾ ആക്സിലേറ്ററൊക്കെ കൊടുത്തു കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഐഡിയൽ പൊസിഷനിലേക്ക് തിരിച്ചു വരുന്നതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പെട്ടെന്ന് തന്നെ സെറ്റിലാവുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് പലരും ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് അഭിപ്രായം അറിഞ്ഞത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ വണ്ടിക്ക് മിസ്സിങ് ഒട്ടുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാനലായിട്ട് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്. അതുകൊണ്ട് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും.